ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ MM വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് പുഡിങ്, അങ്ങനെ എന്താ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. എൻ്റെ മൈൻഡിൽ വന്നൊരു റെസിപ്പി വെച്ച് ഞാൻ ഉണ്ടാക്കിയാണ്. എന്തോ എനിക്കിങ്ങനെ ഇരുന്നപ്പോൾ ഒരു മധുരം കഴിക്കാനുള്ളൊരു ത്വര വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഫസ്റ്റ് നമുക്കൊരു പാത്രത്തിലേക്ക് കസ്റ്റർഡ് പൗഡർ ഇല്ലേ, വാനില ഫ്ലേവർ കസ്റ്റർഡ് പൗഡർ എടുത്ത് അത് പാലൊഴിച്ച് കട്ടയില്ലാതെ നമ്മൾ മിക്സാക്കി വയ്ക്കുക. പിന്നെ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ പാല് ചൂടാക്കാൻ വയ്ക്കുക. ഒരു ചെറിയ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മിക്സാക്കി വെച്ച കസ്റ്റർഡ് പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇടയ്ക്ക് കുറച്ച് പഞ്ചസാര ഇടണേ. എന്നിട്ട് ഒന്ന് ഇളക്കി ചെറിയൊരു തിളയായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ഉണ്ട്. ആ ക്യാരറ്റ് നമ്മൾ അതിലേക്കിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച ഒരുപാട് തിക്കാവാതെ ഒരു ചെറിയൊരു മീഡിയം സൈസ് തിക്കിൽ നമ്മളത് മാറ്റി വെക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു അതിലേക്ക് ക്യാരറ്റ് ഇട്ട് 2 മിനിറ്റ് ഒന്ന് സോൾട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് പഞ്ചസാരയും ഇട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് നന്നായിട്ട് അത് ഗ്രേറ്റ് ചെയ്ത് വെക്കണേ. പിന്നെന്താണ്, എനിക്ക് ഈ വീഡിയോ ഒക്കെ എഡിറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അപ്സായ നൗറായൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. സോ ഐ മിസ് യു ഗൈസ്. പിന്നെന്താണ്, അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ വീഡിയോയിലേക്ക് അവരുടെ ഡാൻസും പാട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ എന്താണ്, നമുക്ക് വേണ്ട കുക്കിങ്ങിലേക്ക് കേട്ട് വരാം. പഞ്ചസാര ഇട്ട് മെൽറ്റായി കഴിയുമ്പോഴത്തേക്ക് പാലൊഴിക്കുക. പാലൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചത് ഇടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. സംഭവം എന്താണെന്ന് പറയുക, എനിക്കിപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പം വായിൽ നിന്ന് വെള്ളം വേണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളാണ് ഈ റെസിപ്പി ഉണ്ടാക്കാൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ചൊന്നും ഉണ്ട്, കസ്റ്റർഡ് പൗഡറും ബ്രെഡും പാലും ക്യാരറ്റും മതി. പഞ്ചസാര ഓൾറെഡി എല്ലാവരുടെയും വീട്ടിൽ കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ബ്രെഡ് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ കസ്റ്റേർഡിൻ്റെ മിക്സ് ഒഴിക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ ക്യാരറ്റിൻ്റെ ഇതും ലെയറായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെന്താ, അങ്ങനെ 3 ലെയറായിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും ആക്കാം. പിന്നെ ഒരു ഡെക്കറേഷന് നമ്മളിങ്ങനെ റൗണ്ടിലൊക്കെ ഒന്നാക്കി വെച്ചു. പിന്നെന്താണ്, ഒരുപാട് ഞാൻ തണുപ്പിച്ചില്ല. ഇപ്പം നമ്മുടെ ഒരു കാറ്റും മഴയും ഇടിയൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ ഒരുപാട് തണുപ്പിക്കാൻ നിന്നില്ല. ഒരു 5 മിനിറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ബട്ട് ചുമ്മാ 5 മിനിറ്റൊന്നും ഞാൻ വെച്ചില്ല. ചെറിയൊരു തണുപ്പ് മാറി പിള്ളേർക്ക് കൊടുക്കണ്ടേ അല്ലേ, അതുകൊണ്ട് നമ്മൾ ഒരുപാട് തണുപ്പിച്ചില്ല. അങ്ങനെ അതെടുത്തു, നമ്മൾ കട്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി. ബട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ച, ഞാൻ ഫ്ലോപ്പായി പോകുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കുട്ടി സാറിന് കൊണ്ട് കൊടുത്തു. പക്ഷെ അവൻ്റെ ആദ്യത്തെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടില്ലേ. പക്ഷേ ഇപ്പം ആ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടു നോക്ക്. പക്ഷേ അത് കഴിഞ്ഞ് ക്യാമറ ഓഫായി കഴിഞ്ഞപ്പോൾ അറിഞ്ഞ മൊത്തം അവനെ കഴിച്ചു. അപ്പോൾ ബൈ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ.